ചൈനയിൽ നമ്മളെ കമ്പനി അലാംകോ ആർക്കിടെക്ചറിന് അനുബന്ധമായിട്ടാണ് നമ്മൾ വന്നത് മെയിനായിട്ട് ഫർണിച്ചർ അതുപോലെ ഇന്റീരിയറിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നോക്കിയിട്ടാണ് വന്നത്. ഇപ്പം നിലവിൽ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ചൈന എന്ന് പറയുന്ന ഒരു ചീപ്പ് സാധനം മാത്രം കിട്ടുന്ന ഒരു സ്ഥലമല്ല. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് കുറച്ച് വൈഡാണ്, കുറച്ച് വൈഡ്ലി എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് 1 വീക്കിലാണ് ഇവിടെ വന്നത്. 1 വീക്കിൽ വന്നിട്ട് നമ്മൾ റെഫർ ചെയ്യാൻ വന്നത് കൊണ്ട് നമുക്ക് ടോട്ടലി കവർ ചെയ്യാനായിട്ട് കുറച്ച് സമയം കൂടെ വേണ്ടി വരും. നിലവിൽ നമ്മളിപ്പം പോഷൻ മാർക്കറ്റ് എന്നുള്ള ഫർണിച്ചർ ഏരിയയിലാണ് ഉള്ളത്. നമ്മൾ ആദ്യം വന്നത് കാൻഡൻ ഫയർ ഗുവാൻഷോ എന്നുള്ള സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പോഷനിലേക്ക് എത്തി. ഇവിടെ നമ്മൾ കഴക്കൂട്ടത്തുള്ള ഫോക്സ് എന്നുള്ള ഒരു ഗ്രൂപ്പുമായിട്ടാണ് വന്നത്. അപ്പോൾ അവർ നല്ല സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. പിന്നീട് എവരിത്തിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് എബോവ് ആയിരുന്നു. ഗുവാൻജു എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റി ആണ് ചൈനയിൽ. അപ്പം നമ്മള് ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടോ വരുന്നെങ്കിൽ ഗുവാൻജു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ്. അപ്പം പ്രത്യേകിച്ച് കാൻഡൻ ഫെയറിൽ വരുമ്പം കൂടുതലും കാൻഡൻ ഫെയർ ട്രേഡേഴ്സിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്, ബൾക്ക് പർച്ചേസ് ചെയ്യാനാണ്. അപ്പം നമുക്ക് പേഴ്സണലി ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ചൈന എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഏറ്റവും റേറ്റ് കുറച്ച് പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഒത്തിരി ഹൈ ആൻഡ് ബൾക്കായിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് അതിന്റെ ഒരു ലാഭം കുറച്ച് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വന്നത്. ബട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പം ഇറ്റ് ഈസ് ഗുഡ് സ്റ്റാൻഡേർഡ് ആസ് വെൽ ആസ് റീസണബിൾ പ്രൈസ് ആണ്, എക്സ്പെൻസീവ് പ്രൈസും ഉണ്ട്. അപ്പം നമ്മളിപ്പം എക്സ്പെൻസീവ് ആൻഡ് വൺ ഓഫ് ദ എന്താ പറയാ ഹൈ എൻഡ് പ്രോഡക്റ്റ് നോക്കി വരികയാണെങ്കിൽ ലോവിയർ എന്ന് പറയുന്ന ഓഷനിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗ് സിറ്റി ഉണ്ട്. അവിടെ we cannot afford actually totally ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആൻഡ് വി ക്യാൻ ഗെറ്റ് എന്താ പറയാ നല്ലൊരു ഹൈ ക്ലാസ് പ്രോഡക്ട്സ്, നല്ല ഡിസൈൻസ്. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന അതേ ഡിസൈൻസ് നമുക്കിവിടെ കാണാൻ പറ്റി. അപ്പോഴെനിക്ക് മനസ്സിലായത് പിൻട്രസ്റ്റിൽ കിടക്കുന്നതെല്ലാം ലോവിയറിലൊക്കെ ഉള്ള മിക്ക പ്രോഡക്ട്സും മിക്ക ബെഡ്റൂംസും കാര്യങ്ങളാണ് പിൻട്രസ്റ്റിൽ കിടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ വന്നത് ഫോക്സ് ഹിൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അപ്പൊ അത് ഷിപ്പിംഗ് കമ്പനിയാണ് ആക്ച്വലി. അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് ആണ്. അപ്പം അവരുടെ പാക്കേജിലാണ് നമ്മളിവിടെ വന്നത്. അപ്പം എന്നാൽ പോലും നമ്മൾ കൂടുതലും മെട്രോയും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്താണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്തത്. ചൈനീസ് ഫുഡ് ആയാലും എല്ലാം നമ്മൾ ഇൻഡിവിജ്വലി പോയാണ് എക്സ്പ്ലോർ ചെയ്ത. പുള്ളിയുടെ പേരെന്തായിരുന്നു, പത്മകുമാർ. പുള്ളി നല്ല രീതിക്ക് നമുക്ക് ഗൈഡൻസ് തന്നു. മെട്രോയിൽ എങ്ങനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം പുള്ളി നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ടൈം നമ്മൾ ഇനി വരുമ്പം നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു ടൂർ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ ബിസിനസിനോട് കൂടി ടൂറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാം. അതായത് ട്രിപ്പിങ്ങും ആണ്, അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സും ആണ്. രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഒരു 50% ബിസിനസ് പർപ്പസ് ആണെങ്കിലും ഒരു 50% ഒരു ട്രിപ്പിംഗ് പോലെയായിരുന്നു. അതെ, നമ്മൾ പിന്നെ വന്നിട്ട് ഇതുവരെ ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കുമ്പം എല്ലാവർക്കും അറിയാൻ പറ്റും ബിരിയാണി കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. ബട്ട് ചൈനീസ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ആർക്കും ഒരു ക്ഷീണവും ഇല്ല. നമുക്ക് രാവിലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഒന്നും വേണ്ട. വി ആർ ആക്റ്റീവ് ടിൽ ദ എൻഡ് ഓഫ് ദ ഡേ. അതാണ് ചൈനീസ് ഫുഡിൽ ഒരു പ്രത്യേകത നമ്മൾ ഫീൽ ചെയ്തത്. ഹലാൽ ഫുഡ് ചൈനീസിൽ അവൈലബിൾ ആണ്. And one more important thing, ഗുവാൻജുൽ one of the best ഹോട്ടലാണ് നമ്മളുടെ സ്റ്റേ, സൗത്ത് അമേരിക്കൻ ഹോട്ടൽ. നമ്മൾ വന്നതിൽ നമ്മൾ ഒരുപാട് ട്രൂപ്പിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ടു. പക്ഷേ അവരുടെ സംസാരിച്ചിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു ഹോട്ടൽ അമേസിങ് ഹോട്ടലാണ്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ സ്പാ ആൻഡ് ഏറ്റവും കൂടുതൽ അറബ്സും കാര്യങ്ങളും വന്ന് നിൽക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ്. അതുകൊണ്ട് മുസ്ലിം ഫുഡൊക്കെ പ്രത്യേകിച്ച് അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.